സോ ഹലോ ഗൈസ് വാട്സ്ആപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മജ്ജൂസ് ഗെയിമിംഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാരെ ചാനൽ സബ് ചെയ്യാത്തതിൻ്റെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്, നമുക്കൊരു കേവ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ കേവ് അല്ലേ എന്തോ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഗൈസ്. ആ ഓർമ്മ പ്രകാരം ഞാൻ ഇന്ന് അതിനകത്തേക്ക് ഇറങ്ങുവാണ്. അപ്പം അതിന് മുമ്പ് ടോർച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നേരെ അങ്ങോട്ട് കുതിക്കുകയാണ്. ഓക്കെ, വല്ലപ്പോഴും ഇവർക്ക് തീറ്റയും കൊടുത്തേക്കാം. പാവങ്ങൾ ജീവിച്ച് പൊക്കോട്ടെ. ഒരാളും കൂടെ ഫുഡ് കഴിഞ്ഞ് കാണിക്കടേ. കൊണ്ടുപോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം ഗൈസ്. ഇവിടുത്തെ വില്ലേജസൊക്കെ ഓൾറെഡി ചത്തു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ അവർക്കൊന്നും കിടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എല്ലാവരും പിടിച്ചോണ്ട് പോവാണ്. നോക്കിയിട്ട് കാര്യമില്ലല്ലോ, പിടിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് താഴോട്ട് വെച്ച് പിടിക്കട്ടെ. ഇച്ചിരി സ്ലോ ആണ്. ഓക്കെ ഗൈസ്, സബ് ചെയ്യാത്ത ആരെയും കൊണ്ട് സബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇരിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്യുക ഇനിയും. ഓക്കെ ഗൈസ്, എൻ്റെ മിനി വേൾഡിൻ്റെ 2ാം എപ്പിസോഡ് ഭയങ്കരമായിട്ട് അങ്ങ് കയറിപ്പോയിട്ടോ ഗൈസ്. കാരണം വെച്ചാൽ അതിനകത്ത് ഇപ്പോഴും കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ, നിൽക്കാതെ കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഇപ്പോഴും. പള്ളികളെ കർത്താവ് ഏതാണ്ട് ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നു. എടാ ഒന്ന് അവിടെ ആയില്ലേതരുത്. പൊട്ടടാ പൊട്ടങ്ങളെ. അതിൻ്റെ അടക്കം കുറെ കൂടും. ഒന്ന് ഞാൻ ബാക്ക് ഇറങ്ങിയിട്ട് പൈസ എന്താവും എനിക്ക് ഒരു ഐഡിയ ഇല്ല. കയറി കഴിയുമ്പോൾ കയറി ഇപ്പം കയറും സർവർ ലെസ്കോ. അടിക്കരുത് കാര്യം. അടിച്ച് ഗൈസ്. ഇവിടെ കീപ്പറുണ്ട്. അവനെ തൊടണ്ട ഗൈസ്. ഇവനാണല്ലേ പുലിക്കുട്ടി. ഓക്കെ, ഇവിടെ ഇതെവിടെ നിന്നാടാ ഈ കുട്ടി സോമ്പി? സോമ്പി വെറും കളി തന്നെയാട്ടോ ഗൈസ്. ഞാൻ 8 ബ്രെഡ് കൊണ്ടെത്തിട്ട് ഇപ്പോൾ എൻ്റെ ആകെയുള്ളത് 2 ബ്രെഡാട്ടോ ഗൈസ്. കുട്ടി സോമ്പി പൂരം കളിയാട്ടോ. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഓക്കെ, അവനെ തീർത്തു ടൈസ്. ഓക്കെ, എൻ്റെ ഫുഡ് തീർന്നു ടൈസ്. ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്താണെങ്കിലും. കാരണം വെച്ചാൽ ഇവിടെ ലൈറ്റപ്പ് ചെയ്യലും നടക്കുന്ന ദിവസമായിട്ടല്ല ടൈസ്. ഞാൻ 32 ടോർച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ള 14 ടോർച്ച് ടൈസ്. എൻ്റെ പൊന്നടവേ, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായി. എത്ര സോംബിയാ! അതും സോംബിയല്ല, കീപ്പറാണ് സഹിക്കാൻ പറ്റാത്തത്. നല്ല ഹെൽത്ത് മൊത്തം കുറഞ്ഞു, ബ്രെഡും തീർന്നു. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങട്ടെ. എന്താണ്, ഞാനിത് ഓഫ് ക്യാമറ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓഫ് ക്യാമറയിലല്ല, അല്ലാണ്ട് നമുക്ക് ചെയ്യാനൊക്കെ അറിയാം. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്താണെങ്കിലും 2 മണിക്കൂറായി ആക്കുന്നത്. ഇത് പണ്ടാരങ്ങൾ വിട്ടു പോവില്ലേ? അധികം പോകുന്ന സേഫ് അല്ല കേട്ടോ. കാരണം വെച്ചാൽ
മിക്കവാറും എനിക്ക് വഴിയേറ്റാനുള്ള ചാൻസ് ഞാൻ വളരെ കാണുന്നത് കൊണ്ട് തന്നെ ഞാൻ അധികം പോകുന്നില്ല. ഇവിടെയൊക്കെ ഒന്ന് ടോർച്ച് തെളിപ്പിച്ച് വെച്ചേക്കാം. വെള്ളം മൂടിയേക്കാം ഗൈസ്. ഇവിടെ നിന്നല്ലേ വരുന്നത്. നൈസ്, അത് മൂടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നും എടുക്കാം. അതിനുണ്ട് വെള്ളം നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് എടുത്തിട്ട് നമുക്ക് പോവാട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് റെയിൽ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇനി ഇവിടെ അങ്ങനെ കീപ്പറൊന്നും ഉണ്ടാവില്ല ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് വേറെ വെള്ളമാണ്. ഓക്കെ, പോയി എല്ലാം പോയി. ഇത് പൊട്ടിച്ചെടുത്തേക്കാം. നമ്മുടെ നല്ല ബ്ലോക്കുകളൊക്കെ നമുക്ക് ഈ ബ്ലോക്കൊക്കെ ആവശ്യം വരട്ടെ. അതാണ് ഓക്കെ. ഇനി ഏതാണ് ഓക്കെ, അത് തീർന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ അയൺ പൊട്ടിച്ചെടുത്തേക്കാം. 3 നല്ല ടേസ്റ്റ്. അതുകൊണ്ട് അവിടെ കുറേ അയണുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു സോംബി ഉണ്ട് ടേസ്റ്റ്. ഓക്കെ, ഇവിടെ 2 അയണുണ്ട്. സോംബി വരുന്നില്ല ടേസ്റ്റ്. അങ്ങോട്ടേക്ക് ടോർച്ച് വെച്ചിട്ടില്ല. ഓക്കെ, വെച്ച് ഫുഡില്ലാത്ത കളിയാണ് മകനെ നീ കളിക്കുന്നത്. ഓക്കെ, ഇവിടെയും ക്ലിയർ നമുക്ക് ഈ സ്ഥലം ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്യണം ടേസ്റ്റ്. അതാണ് നമ്മുടെ ടാസ്ക്. എനിക്ക് അടുത്തം വരുന്നുണ്ട്. എടാ വെറുതെ അല്ലടാ, വെറുതെ അല്ല എടാ. അവിടെ സോംബി സ്പോണർ ഉണ്ടടാ എടാ. ചേർണം കേട്ട എല്ലാവരും ഉണ്ട് അവിടെ. ഞാനൊന്ന് അവിടെ എറണം കിട്ട പിള്ളേർ മൊത്തം ഉണ്ടോ അവിടെ. സോംബി സ്പോണറാണ്. ഞാൻ എന്നാട്ടാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാണ്. ഞാൻ പോവാ കേസ് പോയിട്ട് ഞാൻ ഇപ്പോൾ കിട്ടിയ അയം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. നടന്നില്ലെങ്കിൽ നമുക്ക് സോംബി സ്പോണർ കിട്ടിയത് നന്നായിട്ട് കേസ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നൈറ്റാണ്. നൈറ്റാണെന്ന് തോന്നുന്നു. അല്ല കേസ്, നമുക്ക് എന്തായാലും പൊക്കത്തേക്ക് പോവാം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ്, അവിടെ സോംബി സ്പോണാവുന്നതിൻ്റെ കാരണം എനിക്കിപ്പോഴാണ് മനസ്സിലായി. അവിടെ ഒരു സ്പോണർ ഉണ്ട് ഗൈസ്. എന്നാ പറയാൻ ഈ സ്പോണറൊക്കെ ആരെങ്കിലും അവിടെ കൊണ്ടുപോകും. മനുഷ്യൻ കൊന്നിട്ട് തീരാത്ത വെറുതെ അല്ല. ഒരു പരുവാക്കി കളഞ്ഞില്ലേ എന്നെ. ഞാൻ നോക്കുമ്പോൾ എത്ര കൊന്നിട്ട് ഒരു ഗുണവും വരുന്നില്ല. അപ്പോൾ അവിടെ കീപ്പർ സ്പോണർ ഉണ്ടെന്നാട്ടോ ഗൈസ് എനിക്ക് തോന്നുന്നത്. കീപ്പർ സ്പോണർ ഉണ്ടാകുന്ന സാധനമുണ്ട്. കാരണം വെച്ചാൽ കീപ്പറും കുറേ അവിടെ ആവുന്നുണ്ട്. അതുകൊണ്ട് കീപ്പർ സ്പോണർ ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഉണ്ടാവാതിരിക്കില്ല ഗൈസ്. ഇത്ര വന്ന സ്ഥിതിക്ക് ഉണ്ടാവും. സ്കെൽട്ടൺ സ്പോണറും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്കെൽട്ടനും കുറേ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ സ്പോണർ ഒന്നിച്ച് അവിടെ ഉണ്ട്. നന്നായിട്ട് സോംബി സ്പോണർ കിട്ടിയാൽ നന്നായി. നമുക്ക് SP ഫാം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. SP കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പോൾ 9 SP ഉള്ളൂ. SP കൂട്ടാനൊക്കെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ വരാം. ഞാൻ ഇത് കണ്ടപ്പോൾ ചുമ്മാ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് എപ്പിസോഡിൽ വരാം. അതായത് എല്ലാവർക്കും ബൈ ഗൈസ്.